നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും വിമത ഭീഷണിയും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിമത ഭീഷണിയിൽ സംസ്ഥാനത്തെ ചുവപ്പുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന ആശങ്കയും നേതാക്കൾക്കിടയിലുണ്ട്. വിമതരായി മാറിയ നേതാക്കളെ പാർട്ടിയിൽ നിലനിർത്താൻ കഴിയാതിരുന്നത് സംസ്ഥാന നേതൃത്വത്തിന് പറ്റിയ പാളിച്ചയാണെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. പാർട്ടി വിട്ട വിമതരെല്ലാം മത്സരിക്കുന്നത് LDFന്റെ സിറ്റിംഗ് സീറ്റുകളിലാണ് എന്നതാണ് പാർട്ടികളെ ആശങ്കയിലാക്കുന്നത്. ഇടതുകോട്ടയായ കണ്ണൂരിൽ CPIMനെ പ്രതിസന്ധിയിലാക്കാൻ വിമതർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിച്ചു മറ്റു മുന്നണികളേക്കാൾ ഒരു മുഴം മുമ്പേ എത്തിയ പാർട്ടിക്ക് ക്ഷീണം നൽകുന്നതാണ് ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ എന്നതിൽ തർക്കമില്ല. അടുത്തിടെ വന്ന ആരോപണങ്ങളെ നേരിട്ട പോലെ ജനങ്ങളെ അണിനിരത്തി തന്നെ മറുപടി നൽകാനാവും പാർട്ടി ശ്രമിക്കുക എന്ന് വേണം കരുതാൻ. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമയം കുറവാണെന്നിരിക്കെ പ്രാദേശിക ആരോപണങ്ങൾക്ക് കൂടി മറുപടി നൽകേണ്ടി വരുന്നത് നേതൃത്വത്തെക്കാൾ അധികം പാർട്ടി പ്രവർത്തകരെ കുഴപ്പത്തിലാക്കിയേക്കും. തുടർച്ചയായി മൂന്നാമതും സംസ്ഥാനത്ത് അധികാരത്തിലേറാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷത്തെ സ്വന്തം തട്ടകത്തിൽ ഉണ്ടായിരുന്നവർ തന്നെ പിന്നോട്ടടിപ്പിക്കുമോ എന്നതും ഈ ഘട്ടത്തിൽ കാത്തിരുന്നു കാണേണ്ടതാണ്.